യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുവാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ ആലയത്തിൽ ആളുകൾ വരുന്ന പ്രാർത്ഥിക്കുന്നൊരു ദിവസം കൂടിയാണ് വ്യാഴവും വെള്ളിയും ദിവസങ്ങൾ. ഓരോ ദിവസവും ഒത്തിരി അനുഗ്രഹവുമാണ്. ഇന്നുവരെ ഈ ആലയത്തിൽ വന്ന എല്ലാ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ എഴുതിയിട്ട നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന മാസമാണ്. ഒത്തിരി അനുഗ്രഹമാകുന്നുണ്ട്. കാരണം ഈ വചനത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും ഉയർന്നു വരുമെന്ന് ആദ്യം വിശ്വസിക്കുക. ഈ വചനത്തിലൂടെ, ഈ വചന കേൾവിയിലൂടെ, ഈ വചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും ശുശ്രൂഷയും ഉയർന്നു വരും. കാരണം ഈ വചനമൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ദൈവം അടുത്തു വന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ട് പറയിപ്പിക്കുന്ന പോലെ അടുത്തു നിൽക്കുന്ന അനുഭവം. എനിക്കറിയാം, ഈ ശുശ്രൂഷ ദൈവ പദ്ധതിയാണ്. അനേകം കുഞ്ഞുങ്ങളെ, തലമുറകളെ, ഭവനങ്ങളെ രക്ഷിക്കാൻ ദൈവം തെരഞ്ഞെടുത്തുപയോഗിക്കുന്ന ഒരു മാർഗമാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. പ്രതീക്ഷയോടെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനത്തെ കേൾക്കാം. ആദ്യ 2 വചനം ഇന്ന് കേൾക്കും. 2 രീതിയിലാണ്, മറക്കരുത്. ആദ്യം കേൾക്കുന്ന വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 7-ാമത്തെ വാക്യം. യെശയ്യാ 52:7. ഇതെന്തിനാ പറയുന്നത് അറിയാമോ? ഈ വാക്യം വായിച്ചിട്ട് പറയാം. സത്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ആരുടെ പാദമാണ് മനോഹരം? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവവചനം കേൾക്കുന്നു, അനേകർക്ക് അത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളിത് കാണുന്നുണ്ടോ? നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട്. കുടുംബക്കാർ, പള്ളിക്കാർ, ദേശക്കാർ, നാട്ടുകാർ. ചിലർ നമ്മളോട് ദേഷ്യപ്പെടും, ചിലർ നമ്മളെ കളിയാക്കും, അയച്ചേക്കല്ലെന്ന് പറയും. ചിലർ പറയും ഞങ്ങളിത് കേൾക്കുന്നുണ്ട്, ഓ ഇനി ഞാൻ അയക്കുന്ന എന്തിനാ? നമ്മളിലൂടെ ഒരാൾ ദൈവത്തെ കൊടുത്താൽ അവൻ്റെ പാദം മലമുകളിൽ മനോഹരമായിരിക്കുന്നു. ഒന്നും കൂടെ വായിച്ചേ. സദ്വാർത്ത അറിയിക്കുകയും, സദ്വാർത്ത ദൈവവചനം കേൾക്ക്, പ്രാർത്ഥിക്ക്, കുഞ്ഞുങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിക്ക്. സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ, ദൈവത്തെ കൊടുക്കുന്നവൻ്റെ, സമാധാനം കൊടുക്കുന്നവൻ്റെ, പ്രാർത്ഥന കൊടുക്കുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. നമ്മളതാണല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് വചനം കേൾക്കുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ഫോണിലൂടെ എത്ര പേരാ വചനം കാണും, നിങ്ങളിലേക്ക് എത്ര പേരാ അയക്കുന്നത്? കാര്യം പറഞ്ഞാൽ ഫോൺ ഹാങ് ആവുമെന്നൊക്കെ തോന്നിയാലും സുവിശേഷം, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ചിലർ കാണത്തില്ല, കേൾക്കത്തില്ല. അത് വേഗം വേഗം കളയും. സാരമില്ല, അവരുടെ ഫോണിലൊന്നും അത് എത്തിയല്ലോ. ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കുന്നവരുടെ പാദം മലമുകളിൽ മനോഹരമായി നിലകൊള്ളും. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഈ വചനമല്ല പറയാൻ ഉദ്ദേശിച്ചത്. പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസവും മാസവും ആണല്ലോ. ഈ വചനം ഒന്നെടുത്തേ. ജോബിൻ്റെ പുസ്തകം 24-ാം അധ്യായം 23-ാമത്തെ വാക്യം. അതാണ് ഇന്ന് ശ്രദ്ധിക്കുന്ന വാക്യം. ഞാനതൊരു ആമുഖം പോലെ ഈ കുഞ്ഞു സമയത്ത് പറഞ്ഞതേ ഉള്ളൂ. 24, ജോബ് 24-23. ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു, അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. ഇതാ നടക്കുന്നത്, ഇതാ സംഭവിക്കുന്നത്. നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ്. ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു. എവിടെയും വീണു പോകാതെ, എവിടെയും തട്ടിമുട്ടി തകരാതെ, ഒരപകടവും സംഭവിക്കാതെ, ഒരു പരിക്ക് പറ്റാതെ, ഒരു കേട് പറ്റാതെ
ഇങ്ങനെയൊക്കെ പ്രാർത്ഥന കൊടുക്കുമ്പം, ഇങ്ങനെ വചനം കേട്ട് മുന്നോട്ട് നീങ്ങുമ്പം സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ പ്രത്യേകം നോക്കൂ, എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കും, ആരാധിക്കാതിരിക്കും, വിശ്വസിക്കാതിരിക്കും? സുരക്ഷിതത്വം നൽകി ദൈവം നിന്റെ തലമുറയെ സഹായിക്കും. അങ്ങനെ സുരക്ഷിതത്വം കിട്ടിയാൽ എത്തേണ്ടിടത്ത് അവർ സുരക്ഷിതമായിട്ടെത്തും. എത്തേണ്ടിടത്ത് കേടുപറ്റാതെ, പരിക്കു പറ്റാതെ. പലരും കേടുപറ്റിപ്പോയി, പലർക്കും പരിക്ക് പറ്റി. കഴിവുള്ളവരും മിടുക്കരുമായിരുന്നു, പക്ഷെ പലരും എത്തേണ്ട സ്ഥാനത്തെത്തിയിട്ടില്ല. പലരുടെയും പല കാര്യങ്ങളും പകുതി വഴിക്ക് നിന്നുപോയി. നോക്കൂ, നല്ല പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ കോളേജിൽ പോയി ഉഴപ്പി, കൂട്ടുകൂടി, പഠനം പൂർത്തിയായില്ല, വളരെ ദയനീയമായി പരാജയപ്പെട്ടു, എത്തേണ്ടിടത്തെത്തിയില്ല. എന്നറിയാമോ? അവരെ സുരക്ഷിതമായി എത്തിക്കേണ്ട ദൈവസഹായം അവർക്ക് കിട്ടിയില്ല. എന്നാൽ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ഉയരുമ്പോൾ അമ്മമാരെ, അപ്പച്ചന്മാരെ, സഹോദരികളെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഈ വചനം നിനക്കുള്ളതാ. ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കും. യാത്രയിൽ, പഠനത്തിൽ, കോളേജിൽ, ഹോസ്റ്റലിൽ, വിദേശങ്ങളിൽ, ഏത് രാജ്യത്താകട്ടെ സുരക്ഷിതത്വം നൽകി സഹായിക്കും. അടുത്ത വാക്യമോ, അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. അവർ എതിലേ പോകുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ അവർക്ക് നേരെയുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ അവരുടെ മേൽ പതിഞ്ഞിരിക്കുന്നു. നമ്മൾ പറയില്ലേ, കണ്ണ് കിട്ടിയതാന്നൊക്കെ പറയില്ലേ? കണ്ണ് പതിയും, കണ്ണ് പതിയും. അതാ എഴുതിയിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, കണ്ണ് കിട്ടാതെ നോക്കണം. അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നിൽ പതിയും, നിന്റെ കുഞ്ഞുങ്ങളിൽ പതിയും. അവരൊരു ദോഷത്തിലും ഒരു തകർച്ചയിലും ചെന്ന് പെടാതിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ കണ്ണുകളെക്കുറിച്ച് പറയുന്നത് 1000 സൂര്യനേക്കാൾ വെളിച്ചമുള്ളതെന്നാണ്. 1000 സൂര്യനേക്കാൾ ദൈവത്തിൻ്റെ കണ്ണുകൾ കാഴ്ചശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്റെ കുഞ്ഞുങ്ങളിൽ പതിയാൻ ദൈവം ഒരുക്കുന്ന സമയമാണ്. കൈക്കുഞ്ഞായിരിക്കാം, 1 മാസമേ ജനിച്ചിട്ടായിട്ടുള്ളായിരിക്കാം, ജനിച്ചിട്ടില്ലായിരിക്കാം, ഉദരത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ കണ്ണുകൾ പതിയട്ടെ. ദൈവത്തിൻ്റെ സുരക്ഷിതത്വം നൽകുന്ന സഹായം നിനക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 1-ാം ക്ലാസ്സിലായിരിക്കാം, 2-ലായിരിക്കാം, 3-ലായിരിക്കാം, 4-ലായിരിക്കാം, 5-ലായിരിക്കാം, 6-ലായിരിക്കാം, 7, 8, 9, 10, +1, +2, ഉന്നത വിദ്യാഭ്യാസം, വിദേശ രാജ്യങ്ങളിൽ ജോലി ആയിട്ടില്ല, അവരുടെ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല, അവരുടെ വിവാഹം നടന്നിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളില്ലേ? ദൈവത്തിൻ്റെ ദൃഷ്ടികൾ അവരിൽ പതിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ കുടുംബത്തിൽ പതിഞ്ഞിരിക്കുന്നു. എഴുതിയിരിക്കുന്ന വാക്ക് അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു. പറ, എൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതത്വം നൽകി സഹായിക്കുന്ന ദൈവമേ, അങ്ങയുടെ കണ്ണുകൾ എൻ്റെ കുടുംബത്തിൻ്റെ നേരെ, തലമുറയുടെ നേരെ പതിയണമേ. ഞാൻ എന്നെ തന്നെ അതിനായി സമർപ്പിക്കുന്നു. ഈ വചനം പല പ്രാവശ്യം വായിക്കണം കേട്ടോ. ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനമൊക്കെ കേൾക്കുമ്പം 100, 1000 ആളുകളിൽ എത്തണം. എന്നറിയോ? അങ്ങനെ സദ്വാർത്ത അറിയിക്കുന്നവരുടെ പാദം മലമുകളിൽ എത്ര സുന്ദരമെന്ന വചനത്തിൽ പറഞ്ഞേ. ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കുന്ന നിന്റെ പാദങ്ങൾ താഴ്വരയിലല്ല, മലമുകളിൽ നിന്റെ പാദം സുന്ദരമാകും. നിന്റെ പാദങ്ങൾ പതിയും. അത്രയും നിന്നെ അനുഗ്രഹിച്ചുയർത്തുന്ന നിസ്സാര കാര്യമല്ല ചെയ്യുന്നേ. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, എല്ലാ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു, എല്ലാ യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സഭാവ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്, വിശ്വാസത്തിൽ നമ്മൾ ഒന്നാണ്, പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നാണ്, ദൈവാനുഗ്രഹത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണ്. ഒരു കുടക്കീഴിലെന്ന പോലെ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചുയർത്തും. നിങ്ങളുടെ പാദങ്ങൾ മലമുകളിൽ സുന്ദരമാകും. ദൈവം നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കും. സുരക്ഷിതത്വം നൽകി സഹായിക്കും. അത്ഭുതകരമായി ഇടപെടും. ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കട്ടെ. കുഞ്ഞുങ്ങൾ പഠിച്ച് മിടുക്കരാകും. ഉഴപ്പിപ്പോയേക്കരുത്. രക്ഷപ്പെട്ടു വന്നോണം. ഉയരങ്ങളിൽ എത്തിക്കോണം. ഒരുപാട് ഫോൺ ഉപയോഗിച്ച് ബുദ്ധിയെ മറച്ചു കളയല്. ആവശ്യത്തിനെ ഉപയോഗിക്കാവൂ. ഉയർന്ന പദവിയിലും നിലകളിലും എത്താൻ കഴിവുള്ള പിള്ളേരായി എന്നെ കേൾക്കുന്നവർ, ദൈവഭാഗ്യം നിനക്ക് തെളിഞ്ഞു വന്നോണ്ടായിരിക്കുന്നേ. നല്ല ശുശ്രൂഷകനാകണം, നല്ല പ്രസംഗിക്കുന്നവനാകണം, നല്ല ബിസിനസ്സുകാരനാകണം, നല്ല രാഷ്ട്രീയക്കാരാകണം, നല്ല മിടുമിടുക്കരാകണം, നല്ല ജോലികളിൽ എത്തണം, നല്ല പദവിയിലെത്തണം, നല്ല ഡോക്ടർമാരുണ്ടാകണം, നല്ല നഴ്സുമാരുണ്ടാകണം. എല്ലാ നിലകളിലും എനിക്കെല്ലാം പറയാനൊന്നും അറിയില്ല.
എല്ലാ നിലകളിലും എത്താൻ കഴിവുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. മിടുക്കരാകാനുള്ള എല്ലാ ഭാഗ്യവും ദൈവം സുരക്ഷിതത്വം നൽകി നിന്നെ സഹായിക്കും. ഉയർന്ന നിലകളിലെത്തും കേട്ടോ. അതിനോട് എല്ലാ അനുഗ്രഹവും കിട്ടുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഒക്കെ ഞങ്ങളെ സംരക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും തരണമേ. മുപ്പെത്താത്ത മരണം, അപകട മരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ. ആത്മഹത്യ ചെയ്യാൻ ആരും ഇടയാകരുത്. ആരും ജീവിതം അവസാനിപ്പിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഒരാളും തകർന്നുവെന്നോ, പരാജയപ്പെട്ടുവെന്നോ, നശിച്ചുവെന്നോ, വഴിതെറ്റിപ്പോയെന്നോ, വീട് വിട്ടിറങ്ങിപ്പോയെന്നോ, ആത്മഹത്യ ചെയ്തുവെന്നോ കേൾക്കാൻ ഇടയാകരുത്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് രാവിലെ 9:30 മുതൽ കൗൺസിലിംഗ് ആരംഭിക്കുന്നു. 9 മണിക്ക് ആരാധന എഴുന്നള്ളിച്ച് വെച്ച് 9:30 കൗൺസിലിംഗ്. 12 മണിയോട് ശേഷം പ്രാർത്ഥനകളും ആരാധനകളും ആരംഭിക്കും. ആഗ്രഹിക്കുന്നവർക്ക് വരാം. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ചുള്ള നൊവേനയുള്ള ദിവസമാണ്. മറക്കാതെ പ്രിയപ്പെട്ടവർ കുടുംബത്തിൽ കാണുക, സ്വീകരിക്കുക. വെള്ളിയാഴ്ച ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. സാധ്യമായ എല്ലാവരും സമയമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ മടിയില്ലാതെ ധൈര്യപൂർവ്വം നിങ്ങളുടെ ഭവനത്തിലേക്ക് എന്ന പോലെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷമായിട്ടിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 കാണുന്നതുവരെ വലിയവനായ ദൈവം ഉള്ളെങ്കിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.